കേരളം മറ്റൊരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ പോവുകയാണ്. അരയും തലയും മുറുക്കി രാഷ്ട്രീയ പാർട്ടികൾ കളത്തിലിറങ്ങി കഴിഞ്ഞു. മറ്റു തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് വാർഡ് തല തെരഞ്ഞെടുപ്പുകളിൽ ഓരോ വോട്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അപരന്മാർ, എന്തിന് ചില വാട്സപ്പ് കൂട്ടായ്മകളുടെ സ്ഥാനാർത്ഥികൾ വരെ പലപ്പോഴും വിജയിക്കുകയും അല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ആക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള കാഴ്ച വളരെ കൗതുകമുണർത്തിയ ഒന്നായിരുന്നു. 2020 തെരഞ്ഞെടുപ്പിലെ അത്തരത്തിലുള്ള ചില കൗതുകകരമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. 2020 ഡിസംബറിലായിരുന്നു കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനായത്. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അടക്കം ആകെ 21,893 വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 11,000-ലധികം സീറ്റ്, അതായത് 52% സീറ്റുകൾ നേടാൻ LDF-നെ കൊണ്ട് സാധിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി 50%-ലധികം വോട്ടുകൾ നേടുന്നത്. കോവിഡ് മാനേജ്മെന്റാണ് ഇടതുപക്ഷത്തിന് ഈ വിജയം നൽകിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇടതു തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ UDF-ന് ആകെ നേടാനായത് 9,800 വാർഡുകൾ മാത്രമാണ്, അതായത് 45% മാത്രം. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും UDF-നെ ബഹുദൂരം മുന്നിലാക്കി LDF കുതിച്ചു കയറുന്ന കാഴ്ചയായിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ കണ്ടത്. രാജ്യം ഭരിക്കുന്ന BJP-ക്കാകട്ടെ കേരളത്തിൽ കാര്യമായി വേരൂന്നാനായില്ല. എങ്കിലും അവരുടെ സാന്നിധ്യം ശക്തമായി തന്നെ അറിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 1,183 വാർഡുകളാണ് അവർക്ക് നേടാനായത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് പാലക്കാടും പന്തളവും മുനിസിപ്പാലിറ്റികൾ നിലവിൽ ഭരിക്കുന്നത് BJP ആണ്. ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ സസ്പെൻസ് നിറഞ്ഞിരിക്കുന്നത് BJP ഘടകങ്ങളിലാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് BJP ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ പണിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് വളരാൻ തന്നെയാണ് സാധ്യത. അത് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതും. എന്നാൽ 2020 BJPയെ പോലെയല്ല ഇത്തവണ. കഴിഞ്ഞ ലോക്സഭാ റിസൾട്ട് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതിയാകും. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 8ഓളം സ്ഥലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തിയതും BJP ആയിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് BJP ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കുന്നുണ്ട്. ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തായാലും BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാനാകും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 20%-ലധികം വോട്ട് അവർ നേടിയിട്ടുണ്ടെന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. 20% വോട്ട് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇത് അച്ചീവ് ചെയ്യുന്നതോടു കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് കുത്തനെയുള്ള വോട്ട് വിഹിതങ്ങൾ സമ്പാദിക്കുന്നത് കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ഇത്തവണ വാർഡ് തല തെരഞ്ഞെടുപ്പിൽ BJP വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കും. കഴിഞ്ഞ തവണ SDPIക്ക് ലഭിച്ചത് 52ഓളം സീറ്റുകളാണ്. എന്നാൽ ഇത്തവണ അവർക്കത് നേടാനാവില്ലെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. വെൽഫെയർ പാർട്ടിയും കഴിഞ്ഞ തവണ വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. 100ഓളം സീറ്റുകൾ അവർക്ക് നേടാനായിട്ടുണ്ട്. കഴിഞ്ഞ തവണ UDF-ൽ നിന്നിറങ്ങി LDF-ലേക്ക് ചേക്കേറിയ കേരള കോൺഗ്രസ് M-ന് 30ഓളം സീറ്റുകൾ നേടാനായിരുന്നു. ഇത്തവണ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനി പറയുന്നത് മറ്റൊരു കൗതുകമുള്ള കണക്കാണ്. 1,620 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത്. ഇതിൽ പലരും പഞ്ചായത്ത് പ്രസിഡന്റുമാരായി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ചില യുവജന സംഘടനകളും വാട്സപ്പ് കൂട്ടായ്മകളും ഒക്കെ മത്സരിച്ച് 20 മുതൽ 30 വരെ സീറ്റുകളും നേടിയിരുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കൂട്ടരായിരുന്നു കിഴക്കമ്പലം 2020. 28 വാർഡുള്ള കിഴക്കമ്പലത്ത് 27 വാർഡുകളും ഇവരാണ് തൂത്തുവാരിയത്. ബാക്കി ഒരു സീറ്റിൽ LDF-ഉം ജയിച്ചു. ഫ്രീബി പൊളിറ്റിക്സ് കളിക്കുന്ന 2020ക്ക് ഇത്തവണ അത് ആവർത്തിക്കാൻ കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ട കാഴ്ചയാണ്. കിഴക്കമ്പലം 2020യോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് V1 കൊച്ചി. 74 വാർഡുകളുള്ള കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ അവർ 5 സീറ്റുകൾ നേടിയിരുന്നു. ഇത്തവണയും അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു വടകര മുനിസിപ്പാലിറ്റിയിൽ 11 സീറ്റ് നേടി ഐക്യ വടകരയും മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞവക്കെല്ലാം പുറമെ കഴിഞ്ഞ തവണ മറ്റു ചില ചെറിയ പാർട്ടികൾ കൂടി നടത്തിയ പെർഫോമൻസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജനതാദൾ S കഴിഞ്ഞ തവണ നേടിയത് 50 സീറ്റാണ്. BSPക്ക് 20 സീറ്റ് നേടാനായപ്പോൾ LJDയും ലോക് ജനശക്തിയുമെല്ലാം 10 സീറ്റിൽ താഴെ മാത്രമായി ഒതുങ്ങി. തീവ്രവാദ വിരുദ്ധ മുന്നണിക്കും കഴിഞ്ഞ തവണ 8 സീറ്റ് നേടാനായിട്ടുണ്ട്. വിപ്ലവ പ്രഖ്യാപനവുമായി വന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ കഴിഞ്ഞ തവണ 15ഓളം സീറ്റുകളിലാണ് മത്സരിച്ചത്. എന്നാൽ ഒരിടത്ത് പോലും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. 25ഓളം സീറ്റുകളിൽ മത്സരിച്ച ആം ആദ്മിക്കും പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ സാധിച്ചെങ്കിലും എവിടെയും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അത്യാവശ്യം വോട്ട് അവർ പിടിച്ചിരുന്നു. പെമ്പിള്ളയൊരുമേ കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. AIDMK, DMK, വയൽക്കിളികൾ തുടങ്ങിയ പാർട്ടികളൊന്നും കഴിഞ്ഞ തവണ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു
ഭാഗ്യപരീക്ഷണത്തിന് മുതിർന്നതുമില്ല. കഴിഞ്ഞ തവണ ചില പരിസ്ഥിതി സംഘങ്ങൾ 10ഓളം സീറ്റിലും ചില വനിതാ സംഘങ്ങൾ 20ഓളം സീറ്റിലും വിജയിച്ച കാഴ്ചയും ഏറെ കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു. ഇടതുതരംഗം മാഞ്ഞടിച്ച കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ തുടങ്ങിയ കോർപ്പറേഷനുകളെല്ലാം LDFന്റെ കൂടെ പോന്നു. ആകെയുള്ള 87 മുനിസിപ്പാലിറ്റികളിൽ 50-ന് മുകളിൽ ഇടത്ത് LDF ജയിച്ചപ്പോൾ 30-ന് മുകളിലായിരുന്നു UDFന്റെ ജയം. പന്തളവും പാലക്കാടും BJPക്കൊപ്പവും നിന്നു. ജില്ലാ പഞ്ചായത്തുകളുടെ ചിത്രവും വ്യത്യസ്തമൊന്നുമായിരുന്നില്ല. ആകെയുള്ള ജില്ലാ പഞ്ചായത്തുകളിൽ 11-ഇടത്ത് LDF ജയിച്ചപ്പോൾ 3-ഇടത്ത് മാത്രമായി UDF ഒതുങ്ങിപ്പോയി. ഇത്തവണ പഞ്ചായത്ത് ഇലക്ഷന്റെ ചിത്രം എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇടതുതരംഗം ഇനിയും ആഞ്ഞടിക്കുമോ? അതോ UDFന് തിരിച്ചു വരാൻ സാധിക്കുമോ? നിലവിലുള്ള ഭരണത്തിന്റെ മുന്നൊരുക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് സെക്ഷനിൽ ഞങ്ങളോട് പങ്കുവെക്കൂ. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം.